ഈ സോണിയാഗാന്ധിയുടെ പ്രസ്താവന BJP വലിയ ആയുധമാക്കുക, പ്രധാനമന്ത്രി സംസാരിക്കുന്നു. സോണിയാഗാന്ധിയെ കുറിച്ച് അറിയുന്നവർക്ക് എല്ലാവർക്കും അറിയാം. അവര് ഇന്ത്യൻ പ്രസിഡന്റിനെ വളരെ ബഹുമാനത്തോടെയാണ് കാണുന്നത്. ആ ബഹുമാനത്തോടുകൂടി തന്നെയാണ് സംസാരിക്കുന്നത്. ഇവിടെ അവർ സ്വാഭാവികമായിട്ട് സൂചിപ്പിച്ചത് ആ പ്രസംഗം സ്വാഭാവികമായിട്ട് നീണ്ടപ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള പിന്നെ അവരുടെ ഒരു പ്രയാസകരമാവുന്ന സാഹചര്യം ഉണ്ടാകുമെന്നുള്ള ആശങ്ക പ്രകടിപ്പിക്കുക ചെയ്തു. അത് പ്രസിഡന്റിനെ ഇൻസൾട്ട് ചെയ്യുകയല്ല ചെയ്തു. ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ അവർ വ്യാഖ്യാനിക്കുന്നത് അമിത്ഷായുടെ നേർക്കുള്ള ആക്ഷേപവും അതുപോലെ തന്നെ രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ നിന്നും ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതാണ് അവരുടെ ലക്ഷ്യം. യഥാർത്ഥ ലക്ഷ്യം അതാണ്. യഥാർത്ഥ ഇഷ്യൂവിൽ നിന്ന് ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടി സോണിയാഗാന്ധിയെ പഴിചാരാൻ ശ്രമിക്കുകയാണ്. മാഡം വളരെ ക്ലിയർ ആയിട്ടും അവിടെ സംസാരിക്കുന്നവർക്ക് അതും ഒരു മാധ്യമങ്ങൾക്ക് നൽകിയ ബൈറ്റല്ല. മാധ്യമങ്ങളും സംസാരിക്കേണ്ടത് ഇങ്ങനെ ആരെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കും അതെടുത്തു കൊടുത്തിട്ട് അത് അവരുടെ ഒപ്പീനിയനായിട്ട് പറയാന്ന് പറഞ്ഞാൽ എന്താണ്? അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോൾ പറയുന്ന കാര്യം അവർക്ക് ക്ഷീണം ഉണ്ടായെന്ന് തോന്നുന്നു പറഞ്ഞാൽ എന്താണ് അതിനകത്ത്? ആ രീതിയിൽ എടുക്കുന്നതിന് പകരം അവർ പ്രസിഡന്റിനെ അപമാനിച്ചു എന്ന് പറയുന്നത് അങ്ങേയറ്റത്തെ തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള കാര്യമാണ്. കൊടുത്ത മാധ്യമങ്ങൾ തന്നെ ചിന്തിക്കണം. അതൊരു ഇൻഫോർമൽ ടോക്കായിരുന്നു നമ്മുടെ അവിടെ ഇരുന്ന ആളുകൾ തമ്മിലുള്ള. അതൊരു പ്രസ് ബൈറ്റ് അല്ല. അപ്പോൾ ഇനി നിങ്ങളുടെ മുമ്പിലൊന്നും വെച്ച് ഒന്നും പറയാൻ പാടില്ല എന്നുള്ളതാണ് ഇപ്പൊ പഠിക്കുന്ന പാഠം. ഒരു കാര്യം, ധനമന്ത്രിക്ക് അയച്ച കത്തിനെ കുറിച്ച് റിയൽ എസ്റ്റേറ്റ് വിഷയം അല്ലെ NRIയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏതെങ്കിലും രണ്ടു തരം പൗരന്മാരായിട്ട് കാണുന്നത്. ഒരു ഭാഗത്ത് അവർ ഈ രാജ്യത്തിന് വേണ്ടി വിദേശ രാജ്യങ്ങളിൽ പോയി കഷ്ടപ്പെട്ട് വല്ലതും ഉണ്ടാക്കിയിട്ട് വന്ന് നാട്ടിലൊരു സ്വത്ത് വാങ്ങിക്കാനോ സ്വത്ത് വിൽക്കാനോ ശ്രമിച്ചാൽ അവർക്ക് ടാക്സ് ചുമത്തുക. ഇത് രണ്ടു തരത്തിൽ എങ്ങനെ സ്വീകരിക്കുന്നത്? അത് മുൻപുണ്ടായിരുന്ന ആനുകൂല്യമായിരുന്നു. അത് റദ്ദാക്കിക്കൊണ്ട് NRIക്ക് ടാക്സ് കൊടുക്കണമെന്ന വിചിത്ര വാദവുമായിട്ടാണ് ധനകാര്യ വകുപ്പ് വന്നത്. ഞാൻ വിചാരിക്കുന്നത് നാളെ ധനകാര്യമന്ത്രി അതിൽ തിരുത്തും. ധനകാര്യ ബില്ലിൽ വരാൻ പോകുന്ന ധനകാര്യ ബില്ലിൽ അതിൽ തിരുത്തലുണ്ടാകാൻ വേണ്ടിയിട്ട് ശക്തമായ സമ്മർദ്ദം ഞങ്ങളുടെ ഭാഗത്തുണ്ടാകും.